വർഷങ്ങളുടെ രാഷ്ട്രീയ പ്രവാസത്തിന് ശേഷം ജമാഅത്തെ ഇസ്ലാമി സെക്യുലർ ബംഗ്ലാദേശിൽ ഉയർത്തെഴുന്നേൽക്കുന്നതാണ് നാം കാണുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ ഭരണസിരാ കേന്ദ്രങ്ങൾ കിടിലം കൊണ്ട രാജ്യത്ത് സർവകലാശാലകൾ പിടിച്ചെടുക്കുകയാണ് ജമാഅത്തിന്റെ വിദ്യാർത്ഥി സംഘടന. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്തെ തെറ്റുകൾ തിരുത്തുന്നതിലേക്കും നേതൃത്വം കടന്നുകഴിഞ്ഞു. രാജ്യത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വം മുതലെടുത്ത് വിടവ് നികത്താൻ വ്യക്തമായ കരുനീക്കങ്ങൾ ഇതുവരെ കണ്ടു. ഇനി 2026 നടക്കുമെന്ന് കരുതുന്ന തിരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനം ചെലുത്താനാകുമോ? അയൽ രാജ്യത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ഇന്ത്യ എത്ര കണ്ട് കരുതിയിരിക്കണം? 1971 ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം ധാക്ക യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. ഇസ്ലാമി ഛാത്ര ശിബിർ അഥവാ ICS 12 ജനറൽ സീറ്റുകളിൽ 9ലും വിജയിച്ചു. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി യൂനുസിനെ അധികാരത്തിലേറ്റിയ ജനകീയ പ്രക്ഷോഭത്തിന് മുൻനിരയിലുണ്ടായിരുന്ന സ്റ്റുഡൻസ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷന് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാനായില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു. അതോടെ ജമാഅത്തെ ഇസ്ലാമി 2026 ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനമാകും. ഈ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് എങ്ങനെ ഭവിക്കുമെന്നതാണ് കാണേണ്ടത്. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഉയർത്തെഴുന്നേൽപ്പ് പെട്ടെന്നൊരു ദിവസം കൊണ്ടുണ്ടായതല്ല. 2024 ബംഗ്ലാദേശിൽ കത്തിപ്പടർന്ന കോട്ട സംവരണ വിരുദ്ധ പ്രക്ഷോഭം മുതൽ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തി വിദ്യാർത്ഥികൾ സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയതും 1.5 പതിറ്റാണ്ട് കാലം അധികാരത്തിലിരുന്ന ഷെയ്ഖ് ഹസീന താഴെ ഇറങ്ങേണ്ടി വന്നതും തുടർന്നുണ്ടായ രാഷ്ട്രീയ അനിശ്ചിതത്വവുമടക്കം എല്ലാത്തിലും അതിന്റെ ലാഞ്ചനകൾ കാണാം. ഹസീന സർക്കാരിനെ അട്ടിമറിച്ച വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇസ്ലാമി ഛാത്ര ശിബിറിന്റെയും കൈകളും ചർച്ചയായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലേക്കുള്ള ജമാഅത്തിന്റെ പുനഃപ്രവേശനം കേവലം അയൽ രാജ്യത്തെ രാഷ്ട്രീയ സംഭവ വികാസം മാത്രമല്ല. ഷെയ്ഖ് ഹസീന അധികാരത്തിലുള്ളപ്പോൾ ബംഗ്ലാദേശുമായി ഭീകരവാദ വിരുദ്ധ പ്രവർത്തനം മുതൽ വാണിജ്യ വ്യാപാര രഹസ്യാന്വേഷണ വിവര കൈമാറ്റം വരെ നിർണായകമായ നയതന്ത്ര ബന്ധം പുലർത്തിപ്പോന്നിരുന്ന രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ജമാഅത്തിന്റെ പ്രത്യയശാസ്ത്ര ചായ്വുകൾ, പാകിസ്ഥാൻ അനുകൂല നിലപാട്, ന്യൂനപക്ഷ പീഡന ചരിത്രം തുടങ്ങിയവ ഇന്ത്യയുടെ താൽപര്യങ്ങളുമായി ഒത്തുപോകുന്നവയല്ല. ബംഗ്ലാദേശിലെ ജമാഅത്ത് ഭൂരിപക്ഷ സർക്കാരോ സഖ്യത്തിലെ ശക്തമായ ജമാഅത്ത് സാന്നിധ്യമോ ഇന്ത്യക്ക് പ്രതികൂലമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. 4000 കിലോമീറ്റർ നീളുന്ന ഇരു രാജ്യങ്ങളുടെയും അതിർത്തി മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികൾ തന്നെയാണ് ഇതിൽ സുപ്രധാനം. ഇസ്ലാമിക രാഷ്ട്രീയാധിപത്യം ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷത്തിനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. എല്ലാത്തിനും പുറമെ ജമാഅത്തിന്റെ മുൻകാല ചരിത്രം ഭാവിയിൽ അതിന്റെ നിലപാടുകൾ എന്താകുമെന്ന ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നു.